ഞാൻ പാത്രം കഴുകാൻ പഠിപ്പിച്ചു കൊടുത്തു. കാരണം എനിക്ക് പെൺകുട്ടികൾ ഓരല്ലേ കൊണ്ടുവരുള്ളൂ. ഇപ്പൊ ചെറുതുണ്ട് 3.5 വയസ്സായ മോന്, അവൻ പോലും കസേര നീക്കിയിട്ട് സിങ്കിന്റെ അടുത്ത് കൊണ്ടുവന്ന് എണീറ്റ് നിന്ന് അവന്റെ പാത്രം കഴുകി വെക്കും. ഓനുണ്ടാവില്ലേ പെണ്ണെട്ടാൻ പൂതി ഇല്ലേ? ഇതാണ് കാലഘട്ടം. ഇവിടെ മനസ്സിലാക്കണമെങ്കിൽ ഉമ്മ ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത് ഉപ്പയോടുള്ള സ്നേഹമാണ്. ഉപ്പയുടെ ഡി എന്ന വിളിയിൽ ഉമ്മയോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞു കൊടുത്തല്ല മനസ്സിലാക്കേണ്ടത്, അത് പകർന്നു കൊടുക്കേണ്ടതാണ്. ഉമ്മ അടുക്കളയിൽ ഇരുന്ന് പ്രാഗി പറഞ്ഞാണ് ചായ ഉണ്ടാക്കുന്നത് എങ്കിൽ, ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞ് അടുക്കളയിൽ ഇരുന്ന് ഉമ്മയുടെ ജീവിതമോ ഇങ്ങനെ നരകത്തിലായി പോയി എന്ന് ഗദ്ഗതം പറയുന്നുവെങ്കിൽ ഓർക്കേണ്ടതുണ്ട്, മക്കൾക്ക് മുന്നിൽ ഓപ്ഷൻസ് ഒരുപാടാണ്. ഓപ്ഷൻസ് നിരവധി അനവധിയാണ്. കല്യാണം കഴിക്കേണ്ടതില്ല. ആണിന് പെണ്ണിനെയോ പെണ്ണിന് ആണിനെയോ കല്യാണം കഴിക്കുന്നത് സ്ത്രീയുടെ അടിമത്വമല്ലേ, പുരുഷന്റെ മേധാവിത്വമല്ലേ എന്ന് ദിവസവും 2, 3, 4, 5, 10 കേസുകൾ ക്ലിനിക്കിൽ കാണുന്നയാളാണ്. അതുകൊണ്ട് ഉണർത്തുകയാണ്, അത് വീടുകളിൽ പഠിപ്പിച്ചു കൊടുക്കണം. ആ മാതൃക പരിശുദ്ധ ഇസ്ലാം മതം മാത്രമാണ് നൽകുന്നത് എന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. മറ്റൊരു മതത്തിലും ഹലാലും ഹറാമും ഇല്ല.